അപ്പോൾ ചേച്ചി അവിടെ നിന്ന് ഞാൻ ഉടമ്പടി തൈലം കൊണ്ടുപോകേണ്ട കാര്യമൊന്നും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ചേച്ചി പെട്ടെന്ന് എന്തോ ഒരു മാതാവിൻ്റെ പ്രേരണയാൽ ഉടമ്പടി തൈലം കൊണ്ട് ചേച്ചി ഹോസ്പിറ്റലിൽ പോയി. ഡാഡിയുടെ പുറത്ത് സ്പൈനലിൻ്റെ ഭാഗത്ത് വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊണ്ട് ഈ ഉടമ്പടി തൈലം പുരട്ടി കൊടുത്തു. അത് അത്ഭുതം എന്ന് പറയട്ടെ, അതുവരെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാനും അറിയാനൊന്നും പറ്റാതിരുന്ന ഡാഡിയെ സംബന്ധിച്ച് അത് പുരട്ടി കൊടുത്തപ്പോൾ ഉണ്ടായ ഒരു അനുഭവം ഡാഡി പറയുന്നത് കേൾക്കുമ്പോൾ എനിക്കിപ്പോഴും വളരെ സന്തോഷമാണ്. കാരണം പ്രത്യേക ഒരു അനുഭവമായിരുന്നു എന്നാണ് പറഞ്ഞത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു തരിപ്പ് ശരിക്കും ആ ഭാഗത്ത് ഫീൽ ചെയ്തിരുന്നു എന്നാണ് പറഞ്ഞത്. അവിടെ നിന്ന് ഓരോ സമയം കഴിയും തോറും ഈ വേദന പതുക്കെ പതുക്കെ കുറഞ്ഞു വന്നു. അപ്പോൾ പിറ്റേ ദിവസം ആയപ്പോഴേക്കും ആൾക്ക് പൂർണ്ണമായിട്ടെന്ന് പറഞ്ഞ പോലെ ഭേദപ്പെട്ടു എന്നാണ് പറഞ്ഞത്. എൻ്റെ പേര് ഡാനി ജോൺ എന്നാണ്. ഞാൻ തൃശ്ശൂരിൽ നിന്നാണ് വരുന്നത്. ഞാൻ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് എൻ്റെ ജീവിത പങ്കാളി എൻ്റെ മകനൊക്കെ ജർമ്മനിയിലാണ്. ഇതെൻ്റെ മകളാണ്. മാതാവിൻ്റെ അനുഗ്രഹത്താൽ ഇവളും അടുത്ത മാസം ജർമ്മനിയിലോട്ട് പോകാനായിട്ടുള്ള അനുഗ്രഹങ്ങളും കൃപകളും അമ്മ മാതാവ് ഈശോയിൽ നിന്ന് ഞങ്ങൾക്ക് വാങ്ങിച്ചു തന്നിട്ടുള്ള എൻ്റെ അനുഗ്രഹങ്ങളെക്കുറിച്ച് പറയാനും അതുപോലെ തന്നെ എൻ്റെ ഫാദർ ഇൻ ലോനെ വലിയൊരു അപകടത്തിൽ നിന്ന് രക്ഷിച്ചതിന് സാക്ഷ്യം പറയാനും കൂടിയിട്ടാണ് ഞാൻ ഈ അൾത്താരയിൽ ആയിരിക്കുന്നത്. ഞാൻ 2ാം തവണയാണ് ഈ അൾത്താരയിൽ വന്നിട്ട് മാതാവിൻ്റെ മധ്യസ്ഥതയിൽ എനിക്ക് ലഭിച്ച അനുഗ്രഹങ്ങളെക്കുറിച്ച് 2ാമത്തെ സാക്ഷിയാണ് ഇവിടെ ഞാൻ പറയാൻ പോകുന്നത്. ഇതിനു മുമ്പ് ഞാൻ കഴിഞ്ഞ ഓഗസ്റ്റിൽ വന്നിട്ട് ഇവിടെ ഈ അൾത്താരയിൽ അമ്മ മാതാവ് എനിക്ക് തന്ന അനുഗ്രഹങ്ങൾക്ക് വേണ്ടി ഞാൻ സാക്ഷ്യം പറഞ്ഞിട്ടുള്ളതാണ്. ഇത് ഇപ്പോൾ വന്നിരിക്കുന്നത് എൻ്റെ മകൾ ഇവള് ജർമ്മൻ ലാംഗ്വേജ് പരീക്ഷ പഠിച്ച് മാതാവിൻ്റെ മാധ്യസ്ഥത്താൽ പാസ്സായി. ഇപ്പോൾ ഈ വരുന്ന 27-ാം തീയതി ഓഗസ്റ്റിൽ ഇവൾ പോകാനായിട്ട് അങ്ങോട്ട് ജർമ്മനിയിലോട്ട് പോകാനായിട്ട് തയ്യാറെടുത്തിരിക്കുകയാണ്. അതിനെക്കുറിച്ചുള്ള വിശദ വിവരങ്ങളൊക്കെ എൻ്റെ മകൾ തന്നെ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നതായിരിക്കും. ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് വേറൊരു കാര്യമുള്ളത്, എൻ്റെ ഫാദർ ഇൻ ലോ ഒരു 73-74 വയസ്സ് പ്രായം വരുന്ന ആളാണ്. അപ്പോൾ പുള്ളി ജോലി സ്ഥലത്ത് നിന്ന് മടങ്ങി വീട്ടിലോട്ട് വരുന്ന വഴിയിൽ സ്കൂട്ടറിലായിരുന്നു വന്നിരുന്നത്. വരുന്ന വഴിയെ ഒരു കഴിഞ്ഞ മഴക്കാലത്തായിരുന്നു. അപ്പോൾ റോട്ടിലൊക്കെ വല്ലാതെ വെള്ളക്കെട്ടൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് പുള്ളി ഒരു സൈഡിലൂടെ വരുന്ന സമയത്ത് ഒരു സ്കോർപ്പിയോ വണ്ടി ബാക്കിൽ വന്ന് പുള്ളിയുടെ സ്കൂട്ടറിൻ്റെ ബാക്കിൽ ഇടിക്കുകയും പുള്ളി അത് വന്ന് തെറിച്ച് പോയി റോഡിൽ സ്പൈനൽ കുത്തി നിലത്ത് വീഴാനുണ്ടായത്. ആ വീണ സമയത്ത് പുള്ളിക്ക് അവിടെ നിന്ന് എഴുന്നേക്കാൻ പറ്റാതെ കെടുക്കാനുണ്ടായത്. അങ്ങനെ അവർ സ്കോർപ്പിയോൻ്റെ ആൾക്കാർ അവിടെ നിന്ന് എടുത്ത് പുള്ളിനെ ഹോസ്പിറ്റലിൽ എത്തിച്ചു കഴിഞ്ഞ് അവർ ഹോസ്പിറ്റലിൽ സ്കാൻ ചെയ്ത് നോക്കിയപ്പോൾ സ്പൈനൽ കോഡിൽ ഡോക്ടർ പറഞ്ഞത് സർജറി വേണ്ടി വരും. അത്രയും വളരെ പെയിനായിരുന്നു പുള്ളിക്ക്. പുറത്തൊക്കെ ആകെ ചോര കക്കി പിടിച്ച് ആകെ അങ്ങോട്ടോ ഇങ്ങോട്ടോ തിരിയാൻ പറ്റാത്ത ലെവലിൽ അത്രമാത്രം വലിയൊരു ഇഞ്ചുറി ആയിരുന്നു പുള്ളിക്ക്. അങ്ങനെ ഇരിക്കിച്ചിലെ ഞാൻ ഈ സംഭവം നടക്കുന്ന സമയത്ത് ഞാനും എൻ്റെ വൈഫും മോനൊക്കെ ജർമ്മനിയിലാണ്. അപ്പോൾ ഞാൻ ഉടമ്പടിയിലായിരിക്കുന്ന സമയമാണ്. അപ്പോൾ എൻ്റെ സഹോദരൻ, എൻ്റെ മൂത്ത ബ്രദർ ഇവിടെ നാട്ടിലുണ്ട്. അപ്പോൾ ഞാൻ ചേട്ടൻ്റെ ചേട്ടത്തി ഇവിടെ നിന്ന് കൃപാസന മാതാവിൻ്റെ അടുത്ത് വന്നിട്ട് ഉടമ്പടി എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഞാൻ ചേട്ടത്തിയോട് വിളിച്ച് പറഞ്ഞു, ഇങ്ങനെ ഒരു സംഭവമുണ്ട് ചേച്ചി, അപ്പോൾ ഒന്ന് ഹോസ്പിറ്റലിൽ ചേട്ടനായിട്ടൊന്ന് പോകണം എന്ന് പറഞ്ഞു. അപ്പോൾ ചേച്ചി അവിടെ നിന്ന് ഞാൻ ഉടമ്പടി തൈലം കൊണ്ടുപോകേണ്ട കാര്യമൊന്നും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ചേച്ചി പെട്ടെന്ന് എന്തോ ഒരു മാതാവിൻ്റെ പ്രേരണയാൽ ഉടമ്പടി തൈലം കൊണ്ട് ചേച്ചി ഹോസ്പിറ്റലിൽ പോയി. ഡാഡിയുടെ പുറത്ത് സ്പൈനലിൻ്റെ ഭാഗത്ത് വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊണ്ട് ഈ ഉടമ്പടി തൈലം പുരട്ടി കൊടുത്തു. അത് അത്ഭുതം എന്ന് പറയട്ടെ, അതുവരെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാനും അറിയാനൊന്നും പറ്റാതിരുന്ന ഡാഡിയെ സംബന്ധിച്ച് അത് പുരട്ടി കൊടുത്തപ്പോൾ ഉണ്ടായ ഒരു അനുഭവം ഡാഡി പറയുന്നത് കേൾക്കുമ്പോൾ എനിക്കിപ്പോഴും വളരെ സന്തോഷമാണ്. കാരണം പ്രത്യേക ഒരു അനുഭവമായിരുന്നു എന്നാണ് പറഞ്ഞത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു തരിപ്പ് ശരിക്കും ആ ഭാഗത്ത് ഫീൽ ചെയ്തിരുന്നു എന്നാണ് പറഞ്ഞത്. അവിടെ നിന്ന് ഓരോ സമയം കഴിയും തോറും ഈ വേദന പതുക്കെ പതുക്കെ കുറഞ്ഞു വന്നു. അപ്പോൾ പിറ്റേ ദിവസം ആയപ്പോഴേക്കും ആൾക്ക് പൂർണ്ണമായിട്ടെന്ന് പറഞ്ഞ പോലെ ഭേദപ്പെട്ടു എന്നാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഡോക്ടർ പിറ്റേ ദിവസം റൗണ്ട്സിന് വന്നപ്പോൾ ഡാഡി ഡോക്ടറുടെ അടുത്ത് പറഞ്ഞു, എനിക്ക് ഡോക്ടറെ ഓപ്പറേഷനും മറ്റുള്ള കാര്യങ്ങളും ചെയ്യുന്നതിന് മുമ്പ് ഒരിക്കൽ കൂടി ഒന്ന് സ്കാൻ ചെയ്ത് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് ശേഷം മതി ബാക്കിയുള്ള കാര്യങ്ങൾ പ്രൊസീജിയർ എന്നൊക്കെ ഡാഡി ഡോക്ടറുടെ അടുത്ത് പറഞ്ഞു.
അങ്ങനെ അത് പ്രകാരം ഡാഡിയുടെ നിർബന്ധത്തിന് വഴങ്ങിയിട്ട് ഡോക്ടർ ഒരിക്കൽ കൂടി സ്കാൻ ചെയ്തു. സ്കാൻ ചെയ്ത് നോക്കിയപ്പോൾ വലിയൊരു അത്ഭുതമാണ് അമ്മ മാതാവ് ഡാഡിക്ക് വേണ്ടി നടത്തി കൊടുത്തത്. കാരണം അങ്ങനൊരു ഒരു ഇഞ്ചുറിയോ മറ്റുള്ള പ്രശ്നങ്ങളോ ഒന്നും അവിടെ സ്പൈനലിലില്ല. അതുകൊണ്ട് ഓപ്പറേഷൻ്റെ ആവശ്യമില്ല എന്നാണ് ഡോക്ടർ പറഞ്ഞത് പിറ്റേ ദിവസം. അപ്പോൾ ഇത്രയും വലിയൊരു അനുഗ്രഹം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്ക് അനങ്ങാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. തീരെ ശരീരം അങ്ങോട്ടും ഇങ്ങോട്ടും മറിയാനും തിരിയാനും ഒന്നും പറ്റാത്തൊരവസ്ഥയായിരുന്നു. 2 പേര് പിടിച്ചിട്ടാണ് ആളെ കട്ടിലിൽ തന്നെ എഴുന്നേൽപ്പിച്ചിരുത്തിയിരുന്നത്. അങ്ങനൊരു അവസ്ഥയിൽ നിന്ന് പൂർണ്ണമായിട്ടും പിറ്റേ ദിവസം തന്നെ ആൾക്ക് വളരെ ആശ്വാസമായി. ആൾക്ക് ബാത്റൂമിൽ പോകാനായിട്ട് അങ്ങനെ ഒരാളുടെ സഹായം ഇല്ലാണ്ട് മെല്ലെ പതുക്കെ പോകാനായിട്ട് പറ്റി. അങ്ങനെ വളരെ വളരെ വ്യത്യാസം വന്നു ആൾക്ക്. അത് കഴിഞ്ഞ് ഇപ്പോൾ ആൾ വീണ്ടും പഴയ പോലെ സ്കൂട്ടർ ഓടിച്ച് ജോലിക്ക് പോയി തുടങ്ങി. അപ്പോൾ അത് വലിയൊരു അനുഗ്രഹമാണ്. കാരണം ഓപ്പറേഷൻ പറഞ്ഞു വെച്ചതാണ്. അപ്പോൾ അങ്ങനെ ഇരിക്കുന്നൊരവസ്ഥയിൽ നിന്ന് ഇത്രയും വലിയൊരു അനുഗ്രഹം മാതാവിൻ്റെ ഉടമ്പടി തൈലം പുരട്ടിയതിന് വഴി ഡാഡിക്ക് നൽകി അനുഗ്രഹിച്ചതിന് പ്രത്യേകം നന്ദി പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ അവസരം ഉപയോഗിക്കുന്നത്. പിന്നെ എൻ്റെ മകൾക്ക് B2 പരീക്ഷ പാസ്സായ എൻ്റെ കാര്യം, അവൾക്ക് പരീക്ഷയിലുണ്ടായ അനുഭവം, അതെല്ലാം എൻ്റെ മകൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നതാണ്. എൻ്റെ പേര് അന്ന. എൻ്റെ പപ്പയാണ് ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ പക്ഷേ പപ്പയുടെ കൂടെ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയിലും അതുപോലെ തന്നെ ധ്യാനങ്ങളിലൊക്കെ പങ്കെടുക്കാറുണ്ട്. അപ്പോൾ പരീക്ഷയുടെ അന്ന് ഡാഡി എനിക്ക് ഉടമ്പടി തൈലം പൂശി തന്നു. അതുപോലെ തന്നെ ഉടമ്പടി കാശുരൂപം എന്നെ ധരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഉടമ്പടിയുടെ ഉപ്പും എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനൊക്കെ ശേഷമാണ് പരീക്ഷ ഹാളിൽ കയറിയത്. അപ്പോൾ എല്ലാ വിദ്യാർത്ഥികളിലും പോലെ ഒരുപാട് ടെൻഷനും കാര്യങ്ങളൊക്കെ തന്നെയായിട്ടാണ് ഞാനും പരീക്ഷ ഹാളിൽ കയറിയത്. അപ്പോൾ ഡാഡി പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്ത് വന്നാലും അമ്മ മാതാവ് കൈവിടില്ല, പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ പരീക്ഷയ്ക്ക് ടൈം ഡ്യൂറേഷൻ ഉണ്ടായിരുന്നു. ഇത്ര ടൈമിൻ്റെ ഉള്ളിൽ പരീക്ഷ എഴുതി തീരണം, അങ്ങനെ കുറേ നിബന്ധനകളൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പരീക്ഷ എഴുതി തുടങ്ങി. അപ്പോൾ റൈറ്റിങ്ങിൻ്റെ മോഡ്യൂൾ ഉണ്ടായിരുന്നു. അതിൽ വന്നിട്ട് ചില വാക്കുകളൊന്നും ജർമ്മൻ ആയതുകൊണ്ട് ചില വാക്കുകളൊന്നും പെട്ടെന്ന് കിട്ടില്ല. പിന്നെ നമ്മുടെ ഉള്ളിൽ എപ്പോഴും പരീക്ഷയുടെ ടൈം തീരാറായി എന്നുള്ളൊരു എപ്പോഴും നമ്മുടെ ഉള്ളിൽ ആ ഒരു വിചാരം ഉണ്ടാവുമല്ലോ. അപ്പോൾ കാശുരൂപത്തിൽ തൊട്ട് ഞാൻ പ്രാർത്ഥിച്ചു, അമ്മ മാതാവേ എനിക്കൊന്നും അറിയില്ല, ഒക്കെ നിൻ്റെയിലും ഇരിക്കണേ. പിന്നെ അച്ഛൻ എപ്പോഴും പറയാറുണ്ട് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്ന്. ആ ഒരു ഒറ്റ വിചാരം എൻ്റെ മനസ്സിലുണ്ടായിരുന്നുള്ളൂ. അത് വിചാരിച്ച് ഞാൻ കുറേ നേരം കണ്ണടച്ചിരുന്നു. അപ്പോൾ പതിയെ എൻ്റെ ചെവിയിൽ ആരും ഇങ്ങനെ ചില എനിക്ക് കിട്ടാത്ത വാക്കുകളൊക്കെ ഇങ്ങനെ പറഞ്ഞു തരണ ആ ഒരു ഫീൽ ഉണ്ടായിരുന്നു. അതൊക്കെ വെച്ചിട്ടാണ് ഞാൻ എഴുതിയത്. പക്ഷേ റിസൾട്ട് വന്നപ്പോൾ അത്ഭുതം എന്ന് പറയുകയാണെങ്കിൽ എനിക്ക് എല്ലാ മോഡ്യൂളും ക്ലിയർ ചെയ്യാൻ പറ്റി. അപ്പോൾ ഞാൻ എപ്പോഴും വിശ്വസിക്കുന്നത് എനിക്ക് ആ വാക്കുകളൊക്കെ പറഞ്ഞു തന്ന് എന്നെ പരീക്ഷയിൽ സഹായിച്ചത് അമ്മ മാതാവ് തന്നെയാണ്, അല്ലാണ്ട് വേറെ ആരുമല്ല. ഒന്നും എൻ്റെ കഴിവായിരുന്നില്ല. എല്ലാതും അമ്മ മാതാവിൻ്റെ ക്രെഡിറ്റ് മാത്രമാണ്. ഒന്നിലും എനിക്ക് യാതൊരു പങ്കുമില്ല. ഞാനെപ്പോഴും വിശ്വസിക്കുന്നു നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്നുള്ള കാര്യം. കോടാനുകൂടി നന്ദി അമ്മ മാതാവിന് തിരുക്കുമാരൻ. അതുപോലെ തന്നെ ഞങ്ങൾ ഉടമ്പടി പത്രം, ഞാൻ ഇവിടുന്ന് കഴിഞ്ഞ തവണ ജർമ്മനിയിലേക്ക് പോകുന്ന സമയത്ത് ഇവിടുന്ന് ഒരു 15 കെട്ട് ഉടമ്പടി പത്രം വാങ്ങിച്ചുകൊണ്ടാണ് പോയത്, ജർമ്മൻ ലാംഗ്വേജിൻ്റെ. അത് അവിടെ കഴിഞ്ഞ സെപ്റ്റംബർ 1-ാം തീയതിയാണ് ഞാൻ ഇവിടുന്ന് ജർമ്മനിയിലോട്ട് പോയത്. അപ്പോൾ അവിടെ ഒക്ടോബറിൽ മാതാവിൻ്റെ മാസത്തിൽ അവിടെ സെൻറ്റ് ക്ലമൻസ് ചർച്ചാണ് ഞങ്ങളുടെ അടുത്തുള്ള ദേവാലയം. നമ്മുടെ മലയാളി അച്ഛന്മാരൊക്കെയാണ് അവിടെ നേതൃത്വം വഹിക്കുന്നത് ഇടവക പള്ളിയിൽ. അപ്പോൾ അവിടെ നമുക്ക് മാതാവിൻ്റെ രൂപവും വഹിച്ചുകൊണ്ടുള്ള ജപമാല റാലിയും പ്രദക്ഷിണമൊക്കെ ഉണ്ടായിരുന്നു. ഒരുപാട് വിശ്വാസികൾ, അതായത് ഒരുപാട് ജർമ്മൻകാരൊക്കെ ഒരുപാട് പേര് പങ്കെടുക്കുന്ന ഒരു പ്രോഗ്രാമാണ്, ജപമാല റാലിയാണ്. അപ്പോൾ അതിനെ നമുക്ക് ഉടമ്പടി പത്രം കൊടുക്കാനായിട്ടൊക്കെ സാധിച്ചു. അതിൽ കുറച്ച് ഉടമ്പടി പത്രം എൻ്റെ കയ്യിൽ ഇംഗ്ലീഷിലും ഉണ്ടായിരുന്നു. കാരണം ജർമ്മൻ പത്രം അന്ന് മുഴുവനായിട്ട് ഇവിടെ അന്ന് സ്റ്റോക്ക് ഉണ്ടായിരുന്നില്ല. അപ്പോൾ കുറച്ച് ഞാൻ ഇംഗ്ലീഷ് പത്രം കൊണ്ടുവരായിരുന്നു. പക്ഷേ അവിടെ ജർമ്മൻ അവർക്ക് ഇംഗ്ലീഷ് വലിയ അറിവ് അങ്ങോട്ട് പോരാ. കാരണം അവർ ജർമ്മനാണ്, അവർ റീഡ് ചെയ്യാനൊക്കെ അവർക്ക് അതാണ് അവരുടെ ലാംഗ്വേജ് വിട്ടിട്ടൊരു സംഭവം അവർക്കില്ല. അപ്പോൾ ഇതെങ്ങനെ കൊടുത്ത് അവസാനിപ്പിക്കുമെന്നുള്ളൊരു ഇതിൽ നിൽക്കുന്ന സമയത്താണ് ഈ റാലിയിൽ പങ്കെടുക്കാനും അതുപോലെ തന്നെ ഈ റാലിയുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ള അയൽ രാജ്യങ്ങളിൽ നിന്നെല്ലാം അവിടേക്ക്, ഇപ്പോൾ ഈവൺ UK പോലും ഈ റാലിക്ക് പങ്കെടുക്കാനായിട്ട് അവിടെ ആൾക്കാർ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ റാലിയിൽ ഇംഗ്ലീഷുകാർ വേറെ
പുറന്നുള്ള ആൾക്കാരുള്ള കാരണം കൊണ്ട് നമുക്ക് പത്രം കൊടുക്കാൻ, ഇംഗ്ലീഷിലുള്ള പത്രം കൊടുക്കുവാനും ജർമ്മൻ പത്രം കൊടുക്കുവാനൊക്കെ ആയിട്ട് സാധിച്ചു. പിന്നെ അതുപോലെ തന്നെ പ്രേക്ഷിത പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് ഞാനിപ്പോൾ ഇവിടെ ഞങ്ങളുടെ അടുത്ത് തിരുഹൃദയ ലത്തീൻ പള്ളിയിൽ ഇവിടെ ഊട്ടുതിരുന്നാളുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഒരുപാട് അക്രൈസ്തവർ ആ ദേവാലയത്തിൽ ഊട്ടുതിരുന്നാളിനെ അന്തോണിസ് പുണ്യാളൻ്റെ മാധ്യസ്ഥം വഹിച്ചുകൊണ്ട് വരുന്നതാണ് പള്ളിയിലേക്ക് പ്രാർത്ഥിക്കാനായിട്ട്. അപ്പോൾ അവിടെ അക്രൈസ്തവരായിട്ടുള്ള സഹോദരങ്ങൾക്ക് 50 ബൈബിള് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് സാധിച്ചു. അപ്പോൾ അങ്ങനെ പിന്നെ അതുപോലെ എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെ സെൻറ്റ് ജോസഫ് പ്രീസ്റ്റ് ഹോമുണ്ട്. അവിടെ പ്രായമായിട്ടുള്ള അച്ഛന്മാർ താമസിക്കുന്ന സ്ഥലമാണ്. അപ്പോൾ അവിടെ അച്ഛന്മാരെ അവർക്ക് വേണ്ട പ്രായമായിട്ടുള്ള അച്ഛന്മാർക്ക് വേണ്ടതായിട്ടുള്ള ചെറിയ ചെറിയ സഹായങ്ങളൊക്കെ ചെയ്യാനായിട്ട്, എന്നാൽ കഴിയാവുന്ന ചില സഹായങ്ങളൊക്കെ ചെയ്യാനായിട്ട്, ശരീരം കൊണ്ട്, സാമ്പത്തികമായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യമില്ല, അവർക്കൊക്കെ ശരീരം കൊണ്ട് ചെയ്യാൻ പറ്റാവുന്ന ഒരുപാട് സഹായങ്ങളുണ്ട്. അതൊക്കെ ചെയ്യാനൊക്കെ ആയിട്ട് ഞങ്ങൾക്ക് സാധിക്കാറുണ്ട്. അപ്പോൾ തുടർന്നും മാതാവിൻ്റെ ഒരുപാട് അനുഗ്രഹങ്ങളും കൃപകളും ഇനിയും ഞങ്ങൾക്ക് ധാരാളമായി വന്ന് ഭവിക്കാൻ അമ്മയോടും തിരുക്കുമാരനോടും പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു.